ചമ്മൺ പാതയും കടന്ന് ഇടവഴിയിൽ നിന്നും തിരിഞ്ഞാൽ ചെമ്പകമരങ്ങൾ പൂത്തതിൻ്റെ അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് കാർഡുകൾ വകഞ്ഞു മാറ്റിയാൽ ഒരു കുറിമാനം കാണാം. അക്ഷരങ്ങളിൽ ചിലത് മാഞ്ഞുപോയി കാണും. കാറ്റ് കരിമ്പനകളിൽ ചെക്കേറുന്ന നേരത്തോ പുലരൊളി പാൽപുഞ്ചിരി തൂകുമ്പോഴോ ഒന്ന് അവിടം വരെ വരാമോ? അവിടെയാണ് എൻ്റെ ഖബർ. യാസീനോ ഫാത്തിഹയോ ഓതിയിട്ട് പോകാനൊക്കുമോ? ഇതൊരാത്മനൊമ്പരമാണ് ഓരോ ഖബറാളിയുടെയും. ആഖിറത്തിലേക്കുള്ള സഞ്ചാരത്തിലെ പ്രഥമ വീടാണു ഖബർ. ദുനിയാവിൽ നിന്നും കിട്ടിയ എല്ലാ ആലിംഗനങ്ങളും ഖബറിനകത്തെ ആദ്യ ആലിംഗനങ്ങളിൽ മറക്കും. കിനാക്കൾ ഖബറടക്കം ചെയ്ത ആ പള്ളിക്കാട്ടിൽ എന്നെങ്കിലും പോയി ഒന്ന് തനിച്ചിരിക്കണം, ഓർമ്മകളുടെ തസ്ബീഹ് മാലയുമായി. ഒരു ഖബറടക്കം നടക്കുകയാണ്. ഏതാനും പേരെയുള്ളൂ. മറിച്ചു തീരാത്ത സ്വപ്നങ്ങളുടെ താളുകൾ ബാക്കി വെച്ചുള്ള ജീവിതത്തിന് തിരശ്ശീല താഴുന്നു. ദുനിയാവിനെ മറക്കുന്ന അവസാനത്തെ വാതിൽ അടയുകയാണ്. സൂര്യവെളിച്ചത്തിൻ്റെ അവസാനത്തെ കീറും ഇല്ലാതാവുന്നു. മക്കളും ഭാര്യയും വീടും പച്ചപ്പും മാഞ്ഞു പോകുന്നു. കണ്ണുകളിൽ ഇരുട്ട് പരക്കുകയാണ്. അവസാനത്തെ വിടവും മറക്കാൻ പാലമരത്തിൻ്റെ കമ്പുകൾ ഒടിച്ച ശേഷം ഖബറിനെ മറക്കുന്ന കല്ലുകൾക്കിടയിൽ തിരികെ വെക്കുകയാണല്ലോ റബ്ബേ. 3 പിടി മണ്ണ് വാരിയെറിഞ്ഞ് ഉറ്റവരെല്ലാം തിരിച്ചു പോകുന്ന രംഗം, അതും കഴിയുകയാണ്. നിങ്ങൾ അവസാനമായി ബാപ്പയുടെ ഖബറും പുറത്ത് പോയത് എപ്പോഴാണ്? വഴിക്കണ്ണുമായി ഉമ്മ നമ്മെ ദുനിയാവിലെന്ന പോലെ ഖബറിൽ കാത്തിരിക്കുകയാവും. ഒന്ന് പോയിക്കൂടെ? ബാപ്പ എൻ്റെ മറാല പിടിക്കാത്ത ഫ്രെയിമിലെ കരുത്തുറ്റ ഇമേജുകളിലൊന്നാണ്. അരിയിൽ ഗ്രാമത്തിലെ പച്ച വിരിച്ച വയലേലുകൾക്കിടയിലൂടെ തൂവെള്ള തലപ്പാവണിഞ്ഞ് ബാപ്പ വരുന്ന കാഴ്ചയുണ്ട്. ഏറെയൊന്നും എനിക്കത് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. 11 വയസ്സിൽ ബാപ്പ ഓർമ്മകൾ ബാക്കിയാക്കി ആഖിറ ലോകത്തേക്ക് പറന്നുപോയി. ഈയിടെ ഉച്ചയ്ക്ക് ചക്ക കൊണ്ട് പോക്ക് വെച്ച് തിന്നുമ്പോഴാണ് ഉമ്മ ഉള്ളം തുറന്നത്. ഉപ്പ പള്ളിയിൽ നിന്നും ആഴ്ചപ്പെട്ടത് ലീവിന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീട്ടിലേക്ക് വരുമ്പോൾ പോത്തിറച്ചിയും വാങ്ങിയിട്ട വരിക. ചക്കയും ഇറച്ചിയും ചേർത്തുണ്ടാക്കിയ വിഭവങ്ങൾ വയറു നിറയുവോളം ഉപ്പ കഴിക്കും. ഉമ്മയ്ക്ക് ഹലുവ ഇഷ്ടമാണ്. ചിലപ്പോൾ ബാപ്പയുടെ കയ്യിൽ ഹലുവയും കാണും. ഉമ്മ നിലവിൽ നിന്ന് ഓർത്തെടുത്ത് ആ കഥ പറയുമ്പോൾ പുറത്ത് ചാറ്റൽ മഴ സംഗീതം പൊഴിക്കുന്നുണ്ട്. അന്യരെ പോലെയാണല്ലോ അവർ പോകുന്നത്. കണ്ട ഭാവം പോലും നടിക്കാതെ വളർത്തി വലുതാക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്. മക്കളെ ഓർത്തുള്ള ഖബറാളികളായ മാതാപിതാക്കളുടെ വ്യഥ ആരറിയും? പള്ളിക്കാട്ടിലേക്കുള്ള വഴികൾ ഇപ്പോഴും പഴയതുപോലെയല്ല. ഇന്ന് ചെമ്മൺ പാതയൊക്കെ പോയി റോഡൊക്കെ ടാറിട്ടിട്ടുണ്ട്. നല്ല മതിലൊക്കെ കെട്ടി പ്രവേശന കവാടം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പള്ളിക്കാടിൻ്റെ തൊട്ടടുത്ത് വരെ ഇരുചക്ര വാഹനമെത്തും. വെള്ളിയാഴ്ച ജുമയ്ക്ക് നാട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ബാപ്പയുടെ ഖബറിൻ്റെ അരികിൽ പോവാറുണ്ട്. ഉമ്മക്കത് നിർബന്ധവുമാണ്. പള്ളിയിൽ നിന്നും വീട്ടിലെത്തിയാൽ ചോദിക്കും, ഖബറും പുറത്ത് പോയോ എന്ന്. ലോക്ക്ഡൗൺ കാലത്ത് ജുമുഅയും ജമാഅത്തുമൊക്കെ ഇല്ലാതായപ്പോൾ അതും കുറഞ്ഞുപോയി. അബൂ നസ്ർ ഇബ്നു തമാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് വരുന്ന ഒരാളുണ്ടായിരുന്നു. വന്നിട്ട് യാസീൻ സൂറ പാരായണം ചെയ്യും. മറ്റു ചില ദിനങ്ങളിലും ഇയാൾക്ക് ഈ പതിവുണ്ട്. ഈ യാസീൻ സൂറയുടെ പ്രതിഫലം ഈ ഖബർസ്ഥാനിലുള്ള എല്ലാവർക്കും വീതിച്ചു നൽകണേ നാഥാ. ഇങ്ങനെയാണ് അയാളുടെ പതിവ് പ്രാർത്ഥന. അന്നൊരു വെള്ളിയാഴ്ചയും ഇതുപോലെ വന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ആളുടെ മകനല്ലേ? അതെ. ഖബറിൻ്റെ അരികിൽ ഇരിക്കുന്നതായി ഞാൻ എൻ്റെ മരണപ്പെട്ട മകളെ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ടു. ഞാൻ മകളോട് ചോദിച്ചു, മോൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഉമ്മ, ഒരാൾ മിക്കപ്പോഴും അവരുടെ ഉമ്മയുടെ ഖബറിൻ്റെ അരികിൽ വന്ന് യാസീൻ സൂറത്ത് ഓതാറുണ്ട്. അതിൻ്റെ പ്രതിഫലം ഈ ഖബർസ്ഥാനിലുള്ള എല്ലാവർക്കുമായി വീതം വെച്ച് നൽകാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ ഞങ്ങൾക്ക് നല്ല സമാധാനവും പാപമോചനവും ലഭിക്കാറുണ്ട്. അവരെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. കാത്തിരിപ്പിലാണ് നമ്മുടെ സ്വന്തക്കാർ. പോയിക്കൂടെ അവിടം വരെ? പോവാനായില്ലെങ്കിൽ യാസീനോ ഫാത്തിഹയോ ഓതി നൽകാം അല്ലേ? ഒരു നാൾ നമുക്കും പോവേണ്ട ഇടം. പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണേ.